നീയോ? നീ എന്താടി ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. ഞാനിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. എവിടെ? നീ എവിടെയാണോ അവിടെ. എഴുന്നേക്കടി. ഇതൊന്നും ഇവിടെ നടക്കില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എങ്ങോട്ട് ഇറങ്ങാൻ? ഒരിടത്തേക്കും ഇറങ്ങുന്നില്ല. ഇത് കെട്ടിയത് ശിവനാണെങ്കില് ഇനി മുതൽ ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. അടുക്കള ഞാൻ കയറി നോക്കി. ആങ്ങളെയും പെങ്ങളും കൂടി പുറത്തുനിന്ന് വാങ്ങിയുള്ള കഴിപ്പാണല്ലേ. എന്തെങ്കിലും വച്ചുണ്ടാക്കി തരാൻ പെങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നാത്തൂനായി പോയില്ലേ, ഞാൻ പഠിപ്പിച്ചോളാം. അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങി തന്നാ മതി. ഡെയ്സി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ള സമയമാ. നീ വെറുതെ കിടന്ന് ചെലക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഇവിടെ നേരമില്ല. അതിന്റെ കൂടെ ഇതും കൂടെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. അപ്പോ ഞാൻ പ്രശ്നക്കാരിയാണെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ ഒഴിവാക്കിയിട്ട് ആ കളക്ടർക്ക് പിന്നാലെ സഞ്ചാരം തുടങ്ങിയത്. നിന്നോട് സംസാരിച്ചു നിൽക്കാനേ എനിക്കിപ്പോ തീരെ സമയമില്ല. അല്ലെങ്കിൽ ഞാനിതിന് നല്ലൊരു മറുപടി തന്നേനെ. പറഞ്ഞു മനസ്സിലായി കൊടുറേ. അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. ഉത്തരം മുട്ടുമ്പോ ഓടി ഒളിക്കുന്ന പരിപാടി. മുന്നിൽ നിന്നാ മറുപടി പറയാതിരിക്കാനാവില്ലല്ലോ. ഡെയ്സി കരുതുന്ന പോലൊരു ബന്ധമല്ല കളക്ടറും ശിവേട്ടനും തമ്മിലുള്ളത്. നിന്റെ ഏട്ടനെ നീ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതായിരിക്കും. അയാളെ ശരിക്കും മനസ്സിലാക്കിയതേ ഈ ഡെയ്സി തന്നെയാ. നമുക്കിടയില് പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നടന്നു. എല്ലാം ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. എത്ര സമയോ? 1 മാസം? 2 മാസം? ശരി, 3 മാസം, 1 വർഷം. അത് പിന്നെ പറയാൻ പറ്റുന്നില്ല അല്ലേ? പറ്റില്ല. കാരണം അവൾ അത്രയ്ക്ക് വീര്യമുള്ള കൈവശമാണല്ലോ തന്നിരിക്കുന്നേ. ഡെയ്സി, നീ അതിരെ അടക്കുകയാ. ഞാൻ കടക്കും. എല്ലാ അതിരുകളും ഭേദിക്കാൻ തയ്യാറായി തന്നെയാ ഡെയ്സി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഇവിടെ താമസിക്കാം. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്നെ ഇവിടെ നിർത്തുന്ന ഒരു പ്രശ്നവുമില്ല. ഞാൻ പുറത്തു പോയി വരുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാ പിന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് താങ്ങാനുള്ള കെൽപ്പുണ്ടെങ്കിൽ മാത്രം നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഇവിടെ നിന്നാ മതി. താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം.